വീണ്ടും വാർത്തകളിലേക്ക് പോകുമ്പോൾ സമസ്ത മുഷാവറ യോഗത്തിൽ നിന്ന് ജിഫ്രി തങ്ങൾ ഇറങ്ങിപ്പോയത് സ്ഥിരീകരിച്ച് മുഷാവറ അംഗം ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വി. യോഗത്തിൽ വാഗ്വാദങ്ങൾ ഉണ്ടായി. ഉമർ ഫൈസിയെ കുറിച്ച് ചർച്ച ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടായത്. തന്നെ ലക്ഷ്യമിട്ടാണ് കള്ളന്മാർ പറയുന്നത് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ഉമർ ഫൈസി പറഞ്ഞത്. അത് കേട്ട് ജിഫ്രി തങ്ങൾ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയെന്ന് ബഹാവുദ്ദീൻ നദ്വി പറഞ്ഞു. സമസ്തയുടെ മുഷാവറ യോഗത്തിൽ നിന്ന് ജിഫ്രി തങ്ങൾ ഇറങ്ങിപ്പോയത് സ്ഥിരീകരിച്ച മുഷാവറ അംഗം കൂടിയായ ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വി എത്തിയിരിക്കുകയാണ്. ഈ വാർത്തയുടെ സമഗ്ര വിവരങ്ങൾ മുഹമ്മദ് അസ്ലം നൽകും കോഴിക്കോട് നിന്നും. മുഹമ്മദ് അസ്ലം, ഈ വാർത്തയുടെ സമഗ്രമായ വിവരങ്ങൾ എന്താണ്? കാരണം ഈ പൊട്ടിത്തെറി അതിന്റെ മറ്റൊരു തലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ സമയം എന്ന് പറയുന്നത്. എന്താണ് ഈ പുതിയ വിവരം? ഇന്നലെ വരെ നമ്മൾ നൽകുന്ന വിവരം മാത്രമാണ് ഉണ്ടായിരുന്നത്. അതായത് സമസ്തയിൽ നടന്ന സംഭവങ്ങൾ, ഉമർ ഫൈസി വിഷയത്തിൽ ജിഫ്രി തങ്ങൾ പ്രകോപിതനായതും ഇറങ്ങിപ്പോയതും നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതേസമയം അതിനെ നിഷേധിക്കുന്ന ഒരു വാർത്താക്കുറിപ്പാണ് സമസ്തയുടെ ഓഫീസിൽ നിന്ന് പുറത്തു വന്നത്. അതേസമയം ഇപ്പോൾ ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വി മുഷാവറ അംഗം കൂടിയായ, മാത്രമല്ല ഈ വിഷയത്തിൽ ഉമർ ഫൈസിയോട് സംസാരിക്കുകയോട് ചെയ്ത ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വി ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇന്നലെ ഇത്തരത്തിൽ ഉള്ള വാഗ്വാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ജിഫ്രി തങ്ങൾ ഇറങ്ങിപ്പോയിട്ടുണ്ട്. നിങ്ങളെല്ലാം കള്ളന്മാരെന്നുള്ളൊരു പ്രയോഗം, ഉമർ ഫൈസിയുടെ പ്രയോഗമാണ് പ്രകോപനത്തിന് കാരണമായത് എന്ന് പറഞ്ഞാൽ സമസ്ത മുഷാവറയ്ക്കകത്ത് ഇത്തരത്തിലുള്ള വാക്ക് തർക്കങ്ങൾ ഉണ്ടായെന്നും അതിനെ തുടർന്ന് സമസ്ത പ്രസിഡന്റ് ജിഫ്രി തങ്ങൾ ഇറങ്ങിപ്പോയി എന്നുള്ള വാർത്ത സ്ഥിരീകരിക്കുക കൂടിയാണ് ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വി. എന്ന് പറഞ്ഞാൽ ഇന്നലെ ഉണ്ടായിരുന്ന വാർത്ത സ്ഥിരീകരിക്കുന്നു. എന്നോടൊപ്പം തന്നെ ആ വാർത്തയെ നിഷേധിച്ച് പുറത്തിറക്കിയ സമസ്തയുടെ വാർത്താക്കുറിപ്പിനെ കൂടി ചോദ്യചിഹ്നത്തിലാക്കുന്ന രീതിയിലായി ഇപ്പോൾ ബഹാവുദ്ദീൻ നദ്വിയുടെ പ്രതികരണ കാര്യം സംശയം. കാരണം ബഹാവുദ്ദീൻ നദ്വിയാണ് ഈ വാർത്ത പുറത്തുവിട്ടതെന്നും ബഹാവുദ്ദീൻ നദ്വിയാണ് ഉമർ ഫൈസിയോട് പുറത്തു പോകാൻ പറഞ്ഞതെന്നും ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിനെ നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇപ്പോൾ വിശദീകരണം നൽകുന്നത്. അതേസമയം ആ ഒരു വിശദീകരണത്തിലൂടെ ഇത്തരമൊരു സംഭവം മുഷാവറയ്ക്കകത്തുണ്ടായി എന്ന കാര്യം അദ്ദേഹം സ്ഥിരീകരിക്കുന്നു. ഉമർ ഫൈസി തെറ്റായ പ്രയോഗം നടത്തി, അതിൽ പ്രകോപിച്ചുകൊണ്ട് ജിഫ്രി തങ്ങൾ സദസ്സ് വിട്ടു എന്ന് അദ്ദേഹം വ്യക്തമായി പറയുകയാണ്. ഇതോടുകൂടി ഈ വാർത്തയ്ക്ക്, അല്ലെങ്കിൽ നമ്മൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്ത വാർത്ത കുറെ കൂടി വളരെ വസ്തുതാപരമായി തന്നെ സ്ഥിരീകരിക്കുക കൂടി ചെയ്യുകയാണ് സമസ്തയിലെ മുതിർന്ന നേതാവും പണ്ഡിതനുമായ മുഷാവറ അംഗവുമായ ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വി. ശരി, സമസ്ത മുഷാവറ യോഗത്തിൽ നിന്ന് ജിഫ്രി തങ്ങൾ ഇറങ്ങിപ്പോയത് സ്ഥിരീകരിച്ചിരിക്കുകയാണ് മുഷാവറ അംഗം കൂടിയായ ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വി. വാർത്തയുടെ സമഗ്രമായ വിവരങ്ങൾ നൽകുകയായിരുന്നു കോഴിക്കോട് നിന്നും മുഹമ്മദ് അസ്ലം.